നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാലയിലും അതുപോലെ തന്നെ രാജ്ഭവന് മുന്നിലും ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ പോലീസ് സന്നാഹം, അതോടൊപ്പം ജനജീവിതമാകെ ദുസ്സഹമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഹർത്താലിന് തൊട്ടു പിന്നാലെ ഇന്നും തലസ്ഥാന നഗരത്ത് സമാനമായ സാഹചര്യങ്ങൾ തന്നെയായിരുന്നു കാണാനിടയായത്. കേരള സർവകലാശാല എന്നുള്ളത് കലാപശാലയാക്കി മാറ്റാനുള്ള നീക്കമാണ് ഭരണപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. യൂണിവേഴ്സിറ്റിയുടെ അകത്തും പുറത്തുമായി ശക്തമായ പ്രതിഷേധമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അകത്ത് ASFും പുറത്ത് DYFIയും ഒരുപോലെ തന്നെ പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് പലവട്ടമാണ് ജലപീരങ്കി പ്രയോഗിച്ചതും നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതും. അകത്ത് പ്രതിഷേധിച്ച ASFിൻ്റെ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. സർവകലാശാല ഗേറ്റിന് പുറത്ത് പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് DYFI നേതാക്കൾ എത്തിച്ചേർന്നിരുന്നു. ഇനിയിപ്പോൾ അകത്ത് കടക്കുന്നതിനും തങ്ങൾക്ക് ഭയമില്ലെന്നും വേണ്ടി വന്നാൽ അകത്തു കയറാൻ ശേഷിയുള്ള സംഘടന തന്നെയാണ് DYFI എന്നും നേതാക്കൾ വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും ഇന്ന് സംജാതമായിട്ടുണ്ട്. ഇതിനു പുറകെയാണ് DYFI യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചിരുന്ന ഗേറ്റ് തകർത്ത് പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. പിറകെ പ്രവർത്തകർ അക്രമാസക്തരായി പോലീസിനെ അടക്കം ആക്രമിക്കുന്ന രീതിയിലേക്ക് വന്നു. പോലീസ് വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം തുടർന്നു. യൂണിവേഴ്സിറ്റിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു പിന്നീട് അവർ ചെയ്തത്. SFI പ്രവർത്തകരാകട്ടെ ഗവർണറുടെ വസതിയിലേക്കാണ് മറുഭാഗത്ത് പ്രതിഷേധവുമായി നീങ്ങിയത്. എന്നാൽ ഈ നാടകീയ സംഭവങ്ങൾക്കിടയിലൊക്കെ തന്നെ മറ്റൊരു സംഭവവികാസം കൂടി യൂണിവേഴ്സിറ്റിക്കകത്ത് സംഭവിക്കുന്നുണ്ട്. VC മോഹൻ കുന്നുമലിനെ വെല്ലുവിളിച്ചുകൊണ്ട് കേരള സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാർ ഇന്ന് ഓഫീസിലെത്തി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതിനുശേഷം അവധി അപേക്ഷ നൽകിയിരുന്നു. അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള മറുപടി വന്നിരുന്നു. എന്നാൽ ഇതിനൊക്കെ പിന്നാലെയാണ് ഡോക്ടർ അനിൽകുമാർ ഇന്ന് ഓഫീസിലെത്തിയിരിക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രജിസ്ട്രാർ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ തുടരുകയാണെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ ഓഫീസിൽ കടക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്നും VC ഡോക്ടർ മോഹൻ കുന്നുമൽ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സർവകലാശാലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് പാലിക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് രാവിലെ ക്യാമ്പസിലെത്തിയ രജിസ്ട്രാർ ഒരുവിധ തടസ്സവും കൂടാതെ ഓഫീസിലേക്ക് കടന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുമാണ് അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ഓഫീസിലെത്തിയാൽ അദ്ദേഹത്തെ തടയണമെന്ന് VCയുടെ ഉത്തരവുണ്ടായിട്ട് പോലും അത് പാലിച്ചിരുന്നില്ല. റഷ്യയിൽ നിന്നും തിരിച്ചെത്തിയ ഡോക്ടർ മോഹൻ കുന്നുമൽ ഇന്നലെ ഡോക്ടർ സിസ തോമസിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. ഇതിനു പിറകെയാണ് അനിൽകുമാർ ഓഫീസിൽ കയറുന്നത് വിലക്കിയത്. അനിൽകുമാർ ഓഫീസിലെത്തി ഫയൽ നോക്കുന്ന ഘട്ടത്തിലാണ് VC അദ്ദേഹത്തെ വിലക്കിയത്. ലംഘിച്ചാൽ അതിക്രമിച്ച് കടക്കലായി കണക്കാക്കി നടപടിയെടുക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞു. നോട്ടീസിന് പിറകെ ഡോക്ടർ അനിൽകുമാർ ചികിത്സാ ആവശ്യത്തിനായി ദീർഘകാല അവധിക്ക് അപേക്ഷിച്ചെങ്കിലും VC അത് തള്ളിക്കളഞ്ഞു. സസ്പെൻഷനിലായതുകൊണ്ട് അവധി പ്രസക്തിയില്ല എന്നാണ് രജിസ്ട്രാറുടെ ഈ അപേക്ഷയ്ക്കുള്ള മറുപടിയും. രജിസ്ട്രാറുടെ ചുമതല പരീക്ഷാ കൺട്രോൾക്കോ കാര്യവട്ടം ക്യാമ്പസിലെ ജോയിന്റ് ഡയറക്ടർക്കോ നൽകണമെന്ന് അവധി കത്തിൽ പറഞ്ഞിരുന്നു. അവധി അപേക്ഷ നിരസിച്ചതിന് പിന്നാലെ സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതാണെന്ന് VCക്ക് ഡോക്ടർ അനിൽകുമാർ ഇമെയിൽ അയച്ചു. സസ്പെൻഷൻ പരിശോധിക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. ഹൈക്കോടതിയും ഉചിതമായ ഫോറം പരിശോധിക്കാനാണ് നിർദ്ദേശമെന്നും മെയിലിൽ എടുത്തു പറഞ്ഞു. അതേസമയം രജിസ്ട്രാറുടെ പൂർണ്ണ ചുമതല ഡോക്ടർ മിനി കാപ്പന് നൽകി VC ഇന്ന് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.